നിവേദനവുമായി എത്തിയ വയോധികനെ മടക്കി അയച്ച സംഭവത്തിൽ വീണ്ടും വിശദീകരണവുമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ചെയ്യാൻ പറ്റാത്തത് പറ്റില്ല എന്ന് തന്നെ പറയും. കൊച്ചുവേലായുധന് വീട് കിട്ടിയതിൽ സന്തോഷമുണ്ട് എന്നും സുരേഷ് ഗോപിയുടെ പ്രതികരണം. കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട വയോധികയുടെ ചോദ്യത്തിന് മുഖ്യമന്ത്രിയോട് പോയി ചോദിക്കൂ എന്നായിരുന്നു ഇരിങ്ങാലക്കുടയിൽ സംഘടിപ്പിച്ച കലുങ്ക് സൗഹൃദ സംവാദത്തിൽ സുരേഷ് ഗോപിയുടെ മറുപടി. ഇങ്ങനെ അവിടെ ഇവിടെയും തെന്നിയും തെറിച്ച് കിടക്കുന്ന ചില കൈപ്പിഴകളൊക്കെ എടുത്ത് ചൂണ്ടിക്കാണിച്ച് ഈ തീപ്പന്തം തീഗോളം കെടുത്താമെന്ന് ഒരുത്തനും വിചാരിക്കണ്ട, നടക്കില്ല. തൃശൂർ പുള്ളിലെ കലുങ്ക് സൗഹൃദ സംവാദത്തിനിടെ വയോധികന്റെ അപേക്ഷ നിരസിച്ച വിവാദത്തിലാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ വിശദീകരണം. കലുങ്ക് സൗഹൃദ സദസ്സ് പരിപാടിയെ തകർക്കാൻ അനുവദിക്കില്ല. 14 ജില്ലകളിലും കലുങ്ക് സൗഹൃദ സംവാദം നടത്തും. താൻ സിനിമയിൽ നിന്ന് ഇറങ്ങിയിട്ടില്ലെന്ന വിമർശനങ്ങളിൽ മറുപടി ഇങ്ങനെ: എന്തിന് സിനിമയിൽ നിന്നിറങ്ങണം? സിനിമയിൽ ജനങ്ങൾ കൈയടിച്ച ആ പടം 100 ദിവസമൊക്കെ അന്ന് ഓടിയിട്ടുണ്ടെങ്കിൽ, അങ്ങനത്തെ സിനിമകൾ ഓടിയിട്ടുണ്ടെങ്കിൽ ജനങ്ങൾക്ക് ആവശ്യം അതാണ്. സിനിമയിൽ നിന്ന് ഇറങ്ങാൻ സൗകര്യമില്ല. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയോട് ചോദ്യവുമായി വയോധിക. മുഖ്യമന്ത്രിയോട് ചോദിക്കാൻ മറുപടി: ED പിടിച്ചെടുത്ത കാശ് തിരിച്ച് ബാങ്കിലിട്ട് നിങ്ങൾക്ക് തരാനുള്ള സംവിധാനം ഒരുക്കാൻ തയ്യാറുണ്ടെങ്കിൽ ആ പണം സ്വീകരിക്കാൻ പറ നിങ്ങളുടെ മുഖ്യമന്ത്രിയോട്. അതിനിടെ സൗഹൃദ സദസ് വേദിയിൽ സുരേഷ് ഗോപിയോടൊപ്പം DCC അംഗവും പങ്കെടുത്തു. തൃശൂർ DCC അംഗവും മുൻ ബ്ലോക്ക് പ്രസിഡന്റുമായ പ്രൊഫസർ CG ചെന്താമരാക്ഷനാണ് ഇരിങ്ങാലക്കുടയിൽ വേദിയിലെത്തിയത്. 24 തൃശൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.